വെൽക്കം ബാക്ക് ടു സെബീസ് ഫ്ലേവേഴ്സ്. ഒട്ടും തന്നെ കളർ ചേർക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ മന്തി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിരാൻ വെക്കണം. ഇനി 1 കിലോ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ചിക്കനെ കുറച്ച് വലിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 250 ml സൺഫ്ലവർ ഓയിൽ, 1 പാക്ക് ചിക്കൻ സ്റ്റോക്ക്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 പാക്കിൽ 2 ക്യൂബ് ഉണ്ടാവും. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഈ ക്യൂബിനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും പൊടിക്കാതെ ചേർത്ത് കൊടുക്കണം. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവ ചേർത്ത് കൈവച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനെ ഈ മസാലയുമായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചിക്കൻ പീസിന് മുകളിൽ മറ്റൊരു പീസ് വരാത്ത തരത്തിൽ ഇതിനെ ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതേ ഒരു ലെവലിൽ ഓയിൽ നിൽക്കണം. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കുറച്ചധികം വെള്ളത്തിലാണ് അരി വേവിക്കേണ്ടത്. കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ട് വേണം അരിയെ ഒന്ന് വേവിച്ചെടുക്കാൻ. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി ഒരു 1/4 ഭാഗം വേവാവുന്നത് വരെ അരിയെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം. എങ്കിലേ റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ റൈസ് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാ റൈസും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചിക്കൻ്റെ മുകളിലേക്ക് റൈസിനെ ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് ഒന്ന് പുകയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കനെ വേവിച്ചെടുക്കുന്നത്. റൈസിനെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പുകയിക്കാനായിട്ട് ചിരട്ടയുടെ കനലാണ് എടുത്തിട്ടുള്ളത്. ഈ കനലിനെ ഒരു ചെറിയ പാത്രത്തിലാക്കി ചോറിന് മുകളിലായി വെച്ച് കൊടുക്കണം. ഇനി ഈ കനലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉടനെ തന്നെ കുക്കർ അടച്ച് 1 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് 20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. പ്രഷർ കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഇനി ഈ കനലിനെ എടുത്തു മാറ്റാം. ഇനി ഫോർക്ക് കൊണ്ട് റൈസിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ റൈസിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് റൈസും മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ പതുക്കെ റൈസിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കണം. ഇനി ഈ റൈസിൻ്റെ മുകളിൽ നിന്നും ചിക്കനെ എടുത്തു മാറ്റി വെക്കുക. എന്നിട്ട് റൈസിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ചിക്കനെ മാറ്റിയതിന് ശേഷം റൈസ് യോജിപ്പിച്ചെടുക്കുമ്പോൾ ചിക്കൻ പീസസ് ഒന്നും ഉടയാതെ നമുക്ക് കിട്ടും. ഫുഡ് കളർ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.